ഫോട്ടോ ഞാനും എടുക്കാം. പിന്നെ ഇതുകൊണ്ട് നടക്കാൻ പറ്റാത്ത എനിക്ക് എന്ന് പറയും. അത് വളരെ റയറായിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഇതുകൊണ്ട് നടക്കാൻ പറ്റാത്ത എനിക്ക് ചെയ്തു ആ ഡോളേഴ്സ് എല്ലാം കൊണ്ടുപോയി. ഇനി കാണാൻ പോകുന്നുണ്ട്. അതിപ്പോ പറഞ്ഞതുപോലെ തന്നെ ഫുൾ കഥ ഞാൻ ഇവിടെ പറയേണ്ടത് പറയട്ടെ. എന്നാലും വളരെയധികം സന്തോഷം. ഇന്ന് ഈ പറഞ്ഞതുപോലെ ഈ ആർട്രിയുടെ ലോഞ്ചിന് നിൽക്കാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷം. അത് മറ്റൊന്നും കൊണ്ടല്ല, വീണ്ടും ഒരു ഷാജി പാപ്പൻ ആകാൻ വേണ്ടി പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. സാധാരണ രീതിയിൽ നേരത്തെ പറയുന്നത് തന്നെയാണ് സത്യം. കാരണം ഇത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമ തന്നെയാണ്. കാരണം ഞാൻ എവിടെ ചെന്ന് ചോദിച്ചാൽ എവിടെ പോയാൽ ഇതെന്റെ എനിക്ക് തോന്നുന്നു 107ാമത്തെ സിനിമയാണ് ആട്. അപ്പോൾ ഇത്രയധികം നല്ല കഥാപാത്രങ്ങൾ, കുറച്ചൊക്കെ നല്ല കഥാപാത്രങ്ങൾ ചെയ്തിരുന്നെങ്കിലും എവിടെ ചെന്നാലും പ്രായഭേദമന്യേ ആളുകൾ ചോദിക്കുന്നത് ഷാജി പാപ്പ എന്ന് വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതൊരു വല്ലാത്തൊരു സന്തോഷം. മാത്രമല്ല ഇതിന്റെ ഷൂട്ടിങ്ങിന് നമ്മൾ പോകുന്ന സമയത്ത് ആദ്യം ഏതാ പറഞ്ഞ ഷൂട്ടിങ് നമ്മൾ പറയുന്ന ആടെന്ന് പറഞ്ഞ ഓക്കെ അടുത്ത തവണ ചെല്ലുമ്പോഴത്തേക്ക് അത് മാറി, സിനാരിയോ മാറിയിട്ട് ബാബോ എന്ന് പറയും. അത് വളരെ റയറായിട്ടുള്ള ഒരു കാര്യം. കാരണം ഏത് സിനിമയുടെ ഷൂട്ടിങ്ങിൽ പോകുമ്പോഴും ഒരു പക്ഷെ സിനിമയുടെ പേര് അറിയാൻ പറ്റും, ആക്ടറുടെ പേര് അറിയാൻ പറ്റും, കഥാപാത്രത്തിന്റെ പേര് ഒരിക്കലും അറിയാൻ പറ്റില്ലല്ലോ. പക്ഷെ അത് ആടിന് മാത്രം പ്രത്യേകത എവിടെ ചെന്നാലും പേര് പിടിക്കുക എന്നുള്ളത് അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. എപ്പോഴും ഏറ്റവും ഈ ക്യാരക്ടറിനെ മിസ് ചെയ്യാറുണ്ട്. ഇവര് ഇപ്പൊ എന്തിയായിരിക്കും ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ ഞാനും അല്ലെങ്കിൽ നല്ല ആഘോഷങ്ങളൊക്കെ ഞാൻ ചിന്തിക്കും എന്തിയായിരിക്കും കളിച്ചിട്ടിരിക്കുകയായിരിക്കും എല്ലാവരും എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കാണാനുള്ള ആഗ്രഹം എനിക്കുണ്ട്, അതുപോലെ തന്നെ കഥാപാത്രമാകാനുള്ള ഒരു ആഗ്രഹവും ഇവരുണ്ട്. അതൊക്കെ വളരെ റയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇതിന്റെ ഒരു എന്താ പറയുക, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പാർട്ട് വരിക, അത് ഡ്രോപ്പ് ആകുക, അത് സെക്കൻഡ് പാർട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ സിനിമയിൽ വേറൊരു സിനിമയുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓൺലൈനിലോട്ടാണ് നന്ദി പറയാനുള്ളത്. കാരണം യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇത് സെക്കൻഡ് പാർട്ട് എന്താ പറയാ ചിന്തിച്ചൂടെ. എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ പടം ഹിറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കും സെക്കൻഡ് പാർട്ടിനെ കുറിച്ച്. പക്ഷെ പരാജയപ്പെട്ട സിനിമയെ കുറിച്ചാണ് എപ്പിസോഡെ നമ്മൾ മറന്നു. പക്ഷെ ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരം വീണ്ടും നമ്മൾ ചിന്തിപ്പിച്ച ഒരേ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ആട് 2 ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതൊന്ന്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയ്ക്ക്, ഈ അടുത്ത കാലത്തെ ഒരു സിനിമയ്ക്ക് ഇത്രയും അധികം കഥാപാത്രങ്ങളും ആ കഥാപാത്രങ്ങൾക്ക് എല്ലാം ഒരു സ്പെഷ്യൽ മ്യൂസിക് ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ റയറായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇതിന്റെ കോസ്റ്റ്യൂം ആണെങ്കിലും എന്റെ വൈഫാണ് ചെയ്തത്. വളരെ യുണീക്ക് ആയിട്ടുള്ള കോസ്റ്റ്യൂം, എല്ലാവരും ഏറ്റെടുത്ത ഒരു കോസ്റ്റ്യൂം ആയിരുന്നു. അടുത്ത ചേച്ചി കൊണ്ടില്ലേ. അപ്പോ അങ്ങനത്തെ കുറേയധികം നല്ല ഓർമ്മകൾ, അതുപോലെ തന്നെ കൂടെ അഭിനയിച്ചിട്ടുള്ള സൈജു ആണെങ്കിലും ധർമ്മജനാണെങ്കിലും ഡ്യൂഡാണെങ്കിലും അങ്ങനെ ഒരുപാട് നല്ല മെമ്മറീസ് ആണ് ഞങ്ങൾക്ക് ആടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. ഇതിന്റെ ഏറ്റവും നല്ലൊരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് ആട് ജോലിക്ക് തോന്നിയത്. അതിലും ഗംഭീരമാവട്ടെ ആട് 3 ഞാൻ പ്രാർത്ഥിക്കുന്നു. വിജയ് ബാബുവിന്റെ ഗഡ്സ് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു പരാജയപ്പെട്ട സിനിമ വീണ്ടും കൊണ്ടുവരിക, അത് എടുത്ത് വിജയിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ആട് 3 എത്തുമ്പോൾ ഫ്രൈഡേ ഫിലിം ഹൗസ് ഞങ്ങൾ ഇതുവരെ ഇപ്പോൾ മങ്കിപ്പനാണെങ്കിലും ആടാണെങ്കിലും സൂഫി സുജാതാണെങ്കിലും ഒരുപാട് സിനിമകൾ ഞാൻ വിജയമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഏറ്റവും എന്താ പറഞ്ഞതുപോലെ ഏറ്റവും മുതൽ മുടക്കുള്ള ഒരു സിനിമയിലേക്ക് ഞങ്ങൾ എല്ലാവരും വളരുന്നു എന്നുള്ളതും ഞങ്ങൾക്കും വലിയൊരു സന്തോഷവും അഭിമാനമുള്ള ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും ഈ സിനിമ കാണാൻ വേണ്ടി വരുന്ന എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന
നൽകുന്ന ഒരു സിനിമ തന്നെയാവട്ടെ. ഈ ചടങ്ങിൽ എത്തിയ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.